ഹായ് ഹലോ ഞാൻ നസ്രീൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്നുമല്ല, നമ്മൾ നിലമ്പൂർ പാട്ടുത്സവത്തിന് പോകുന്ന വീഡിയോ ആണ്. ഞാൻ ഇവിടുന്ന് വണ്ടൂരിൽ നിന്ന് കുഞ്ഞാമാനെയും കൂട്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഉമ്മയും ഉപ്പയും അനിയനും വൈഫും ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിലമ്പൂർ ഗാനമേളക്കൊന്നും പോകാൻ പറ്റിയില്ല, ഒന്നും എത്താൻ പറ്റിയില്ല. അപ്പോൾ എന്തെങ്കിലും പോയിട്ട് രസമായിട്ട് വരാമെന്ന് കരുതിയിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും പോകുന്നതായതുകൊണ്ട് തന്നെ എന്തൊരു മനസ്സിന് ഇങ്ങനെയാണ് പോകാതിരുന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ കുഞ്ഞാമയും നിലമ്പൂരെത്തി. കുറേ സമയം കഴിഞ്ഞിട്ട് അവർ വന്നിട്ടില്ല, കുറേ നേരം അവർ കാത്തുനിന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉപ്പിലിട്ട പൈനാപ്പിളും അതേപോലെ തന്നെ എനിക്ക് കഴിച്ച് കുറേ സമയം അങ്ങനെ ചിലവഴിച്ചു. പിന്നെ അതേപോലെ തന്നെ എനിക്ക് പേരെഴുതി മോതിരം വാങ്ങണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബാബുവിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്തു, മോതിരമൊക്കെ വാങ്ങി എറിഞ്ഞിട്ടു. കാരണം കുറച്ച് സമയം ഒന്ന് ടച്ച് ചെയ്തെന്ന് പറഞ്ഞു. കാരണം അത് പേരെഴുതിയതിന് ശേഷം മാഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ സമയമൊക്കെ നമ്മളിങ്ങനെ തൊടാതെ ടച്ച് ചെയ്യാതെ നിന്നു കേട്ടോ. എന്നാലും സന്തോഷമായി, കാരണം കഴിഞ്ഞ വർഷം എന്തോ എനിക്ക് വാങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഈ വർഷം ആ ഒരു സങ്കടം തീർത്തു കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട അവർ വരുന്നത് വരെ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഉപ്പിലിട്ട കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. കാരണം നെല്ലിക്ക, മാങ്ങ, ചാമ്പക്ക, പൈനാപ്പിൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി കഴിച്ച് അങ്ങനെ നിന്നു അവിടെ. കാരണം നമുക്ക് ഊഞ്ഞാലെ കാണണമെന്നുണ്ടെങ്കിൽ അവരൊക്കെ വരണം, എല്ലാവരും കൂടി വന്നാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവർ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, കുറേ സമയം വെയിറ്റ് ചെയ്തു. കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ പോരെ, കുറേ സമയം വെയിറ്റ് ചെയ്തു കേട്ടോ. കാരണം അവർ വരുന്ന ഒരു മണിക്കൂറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ അവരൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ടാണ്. ഊഞ്ഞാലാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ഈ കാർണിവലിലൊക്കെ പോകുന്ന സമയത്ത് ഒരു രസമല്ലേ, സന്തോഷം എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ തോണിയായിരുന്നു ആടിയിരുന്നത്. അപ്പോൾ എനിക്ക് ഒന്നോ രണ്ടോ ഊഞ്ഞാലേ ഞാൻ ആടുള്ളൂ, കാരണം അത് വേറെ എനിക്ക് ആടാൻ പറ്റില്ല, തല പിന്നോട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾ ഷോർട്ട് ഇടാം. കാരണം വെച്ചാൽ ഇയാൾ മരണക്കിണറിൻ്റെ അവിടെ അനൗൺസ് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇയാൾക്ക് കുട്ടികളുടെ സൗണ്ടിൽ നല്ലോണം ഇയാൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. മരണക്കിണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാറും 2 ബൈക്കും കൂടിയിട്ട് നല്ല അടിപൊളിയായിരുന്നു. കാരണം ഞാൻ ഒരുപാട് വർഷം മുന്നേ കണ്ടതാണ്. പക്ഷെ എന്നാലും കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു എന്താ പറയുക, അവരെക്കുറിച്ച് അഭിമാനം തോന്നിയിട്ട്. കാരണം അത്രക്കും അവരുടെ ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ. അതേപോലെ ഡ്രാഗണിൽ കയറി ഇങ്ങനെ ഡ്രാഗണിലും മേന്തും കയറിയപ്പോൾ തന്നെ എനിക്ക് പിന്നെ ഊഞ്ഞാൽ കയറാൻ പറ്റിയില്ല. കാരണം എനിക്ക് തല മിന്നുന്ന പോലെ തോന്നിയിട്ട് ഛർദ്ദിക്കാനൊക്കെ വരിക. അപ്പോൾ അതേപോലെ തന്നെ ബ്രദറും പോയില്ല. പിന്നെ കുഞ്ഞാമ്മയും ഒക്കെ പോയിട്ട് ഒരു തോണിയൊക്കെ ആടി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുലുക്കി സർബത്ത് ഉണ്ടാക്കുന്ന ഈ ഒരു ഡാൻസ് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. കുലുക്കി സർബത്ത് കഴിക്കാനൊന്നും പറ്റില്ല. പക്ഷേ എന്താ പറയുക, ഇയാൾ ഡാൻസ് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് കരുതിയപ്പം അങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. കാരണം ഞാൻ വീഡിയോ എടുക്കേണ്ടത് കണ്ടപ്പോൾ തന്നെ അയാൾ ഒന്നും കൂടി ആക്റ്റീവായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെയുള്ള ഓരോരോ കാർണിവലിനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങളിങ്ങനെ മാക്സിമം എൻജോയ് ചെയ്തു. കാരണം ഫാമിലി എല്ലാവരും കൂടി പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഊഞ്ഞാലേക്ക് ആടുക, അതേപോലെ തന്നെ എന്താ പറയുക, ഇഷ്ടപ്പെട്ട ഉപ്പിലിട്ടത് കഴിക്കാനും അങ്ങനെയൊക്കെ ഒരു രസമായിട്ട് വൈബായിട്ട് അങ്ങനെ പോയിട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മടങ്ങിയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 മണി. ഇതിൻ്റെ ഒന്നും ലാസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറെ സന്തോഷമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു യൂട്യൂബ് ചെയ്യുന്നൊരു കുട്ടിയാണ്. ആ കുട്ടി ഒരു ഫാമിലി വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ അറിയുന്നത് തന്നെയാണ്. പക്ഷേ അവരെൻ്റെ കൂടെ ഒന്ന് വീഡിയോ എടുത്തു, ഫോട്ടോ എടുത്തു. അപ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷം തോന്നിയിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഇങ്ങനെ നമ്മൾ അറിയപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ ഞാൻ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം എനിക്കുണ്ടായൊരു എന്താ പറയുക, സന്തോഷമാർന്ന നിമിഷമാണ് കേട്ടോ. കാരണം ആ കുട്ടിക്ക് എൻ്റെ കൂടെ വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ, കാരണം നമ്മൾ ആരും അറിയാത്ത ഒരാളായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ വീഡിയോയിൽ കണ്ടപ്പോൾ സന്തോഷം.